നോക്കട്ടെ. ഗ്യാങ് ആപ്ലിക്കേഷൻസ്. ഓക്കെ. ഗ്യാങ് നെയിം MRC, ടാഗ് MRC, ഗ്യാങ് കളർ ബ്ലാക്ക് ഗോൾഡ് വൈറ്റ്. അയ്യോ, ഈ ബ്ലാക്ക് ഗോൾഡ് എൻ്റെ ഫേവറേറ്റ് കളറാണ്. ഹർലിൻ കണ്ടിട്ടില്ലേ നിങ്ങൾ? എൻ്റെ സെൽറ്റോസ് ഇപ്പോൾ ഞാൻ താർ ചെയ്തപ്പോഴും ബ്ലാക്ക് ആൻഡ് ഗോൾഡ് ആണ് ഞാൻ ചെയ്തത്. എൻ്റെ ഫേവറേറ്റ് കളറാണ് പറയായിരിക്കും. വൈറ്റ് കൂടെ എത്ര 3 കളർ അതെനിക്ക് അറിഞ്ഞൂടാ. ഗ്യാങ് ലീഡർ MRC തൊപ്പി, കോ ലീഡർ മാക്ക്, കോ ലീഡർ MRC ഷെയ്ക്ക്, MRC ഷമീർ. ഓക്കെ. മെമ്പേഴ്സ് MRC ജോക്കർ ജെയിന്, ഉസ്മാൻ. അവനൊരു ചാൻസ് കിട്ടിയല്ലോടാ, സന്തോഷം. ഉസ്മാന്, ഷെർലോക്ക്, MRC ചാപ്സ്, MRC കൂപ്പർ, MRC ബ്ലേക്ക്, MRC ബോബി, MRC ജോൺ വാട്സൺ, MRC റൊസാരിയോ, MRC ബിലാൽ, MRC ഷിബു സുൽത്താൻ, MRC ഇക്രുമോൻ, MRC ഫാൽക്കൺ, രാജുഭായ്, റഷ്യൻ DNL, ജാസി, MRC പ്രണവ് സേട്ടൻ, അലൻ ഫ്രോസ്റ്റ്, CK മാരി, ചാർലി ഡേവിഡ്സൺ, അംബാൻ പ്രോ, ജിൻ സക്കായി, MRC ടക്കായി, MRC ഏവിസ് XD, MRC സെൻഡെക്സ് ഡുവർ, MRC റാൻ, MRC മെസ്സി ഗോട്ട്. 31 പേരെ അവരിപ്പോൾ തന്നെ എടുത്തല്ലേ. പക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ ഒരു ഗ്യാങ് തുടങ്ങുമ്പോൾ ഇങ്ങനെ തുടങ്ങുന്നതിലും നല്ലത് ബെറ്റർ അവരൊരു കുറച്ച് പേര് ഗ്യാങ്ങായിട്ട് വന്ന് ഇവിടെ നിന്ന് കളിച്ച് ഓരോ പ്ലേയേഴ്സിനെ സോർട്ട് ചെയ്ത് പയ്യെ ഒരു ഗ്യാങ് ബിൽഡ് ചെയ്യേണ്ടതായിരുന്നു എൻ്റെ ഇത്. പക്ഷെ അതൊക്കെ അവരുടെ ഇഷ്ടമാണ്. പക്ഷേ ഞാൻ ഒരു കാര്യം പറയാം. ഈ ലൈനപ്പ് വെച്ചിട്ട് MRC ആൻഡ് TVA ഫ്രണ്ട്ലി ആയിട്ട് പോകുമെന്ന് എനിക്ക് ഒരു ഉറപ്പുമില്ല. ഞാനിത് വേറെ ഒരു ഇതിലും പറയണമല്ല ഗൈസ്. നിങ്ങൾ MRCയിൽ RP കാണുന്ന കുറച്ച് പുതിയ ഓഡിയൻസ് ഉണ്ടാവും. അവർക്ക് ഈ പഴയ പാസ്റ്റ് ഒന്നും അറിയത്തില്ല. ഇതിൽ കുറേ പ്ലേയേഴ്സായിട്ട് നമ്മുടെ പ്ലേയേഴ്സും പേഴ്സണലി കുറച്ച് ഇഷ്യൂസ് ഉണ്ട്. സോ അപ്പോൾ ഇൻ കേസ് എന്തെങ്കിലും സിറ്റിയിൽ അടിവെല്ലാം പൊട്ടുവാണെന്നുണ്ടെങ്കിൽ അത് RP ആയിട്ട് മാത്രം കാണാനുള്ളൊരു ബോധം ഉണ്ടാവണം എന്ന് ഞാൻ ഇപ്പോഴേ പറയുവാണ്. പക്ഷെ ഇത് വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഉറപ്പാണ് MRC ഒരു ഫ്രണ്ട്ലി ഗ്യാങ് ആയിട്ട് ഒരിക്കലും പോകത്തില്ല. ബാക്കിയൊക്കെ അവരുടെ കാര്യം. അപ്പോൾ നമുക്കതിൽ കൂടുതൽ വേറെ ഒന്നും പറയാനില്ല. അതാണ് സത്യം. മനസ്സിലായോ? അതാണ് സത്യം. അത് എല്ലാവർക്കും അറിയാം. ഞാനത് ഇപ്പോഴേ പറയുവാണ്. സോ ഇതിൽ HF ആയാലും അങ്ങനെ കുറേ ആൾക്കാർ ഇതിലുണ്ട്. നമുക്ക് പക്ഷേ ഞാൻ ഒരു കാര്യം പറയാം. ഇവരൊരു പുതിയ തുടക്കം അവർ നന്നായിട്ട് കളിക്കുന്നെങ്കിൽ കാണുക. നമ്മളായിട്ട് അങ്ങനെ വെറുതെ പോയിട്ട് നമുക്ക് നേരത്തെ പ്രശ്നം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് നമ്മൾ അങ്ങനെ പോയിട്ട് അലമ്പൊന്നും ഉണ്ടാക്കത്തില്ല. ഒന്നുമില്ലെങ്കിൽ ഈ എൻ്റെ പേരിൽ ഒരുപാട് നാളുണ്ടായിരുന്നത് ഇന്ന് ഞാനാക്കിയ പേരിതാ. മനസ്സിലായി? ഈ 3 അക്ഷരത്തോട് ബാക്കി എന്തിനോട് ആരോട് ഞാൻ കാണിച്ചില്ലെങ്കിലും ഈ 3 അക്ഷരത്തിനോട് എനിക്കൊരു റെസ്പെക്റ്റ് ഉണ്ട്. അപ്പോൾ അത് ഇനിഷ്യലി എനിക്ക് അത് പെട്ടെന്ന് ഞാൻ ചാടിക്കയറി ഒരിക്കലും ഇവർ ഗ്യാങ് ആവുന്ന ഉടനെ സിറ്റുവേഷൻ എടുക്കാനൊന്നും നമ്മുടെ TVയുടെ സൈഡിൽ നിന്ന് നമ്മളുണ്ടാവില്ല. പക്ഷെ അവരും ഒരു ന്യൂ സ്റ്റാർട്ട് ആയതുകൊണ്ട് പഴയ കാര്യങ്ങളൊക്കെ RP അല്ലേ. അത് ചിലപ്പോൾ അവർ നല്ല സ്റ്റാർട്ടിന് വേണ്ടിയിട്ടായിരിക്കും ഇത്രയും പേര് വരുന്നത്. അപ്പോൾ അവരങ്ങനെ തുടങ്ങുന്നെങ്കിൽ തുടങ്ങിക്കോട്ടെ. അണ്ടിൽ നമുക്ക് ഉപദ്രവമില്ലാത്തടത്തോളം കാലം ഞങ്ങൾ സിറ്റുവേഷൻ എടുക്കാനൊന്നും പഴയ ഈ പ്രശ്നം ഉണ്ടെന്ന് വിചാരിച്ച് നമ്മൾ സിറ്റുവേഷൻ എടുക്കാനൊന്നും പോകത്തില്ല. അപ്പോൾ എനിവേ ഓൾ ദ ബെസ്റ്റ് MRC. തൊപ്പി അടിപൊളിയായ ഒരു ഗ്യാങ് കൊണ്ടുപോട്ടെ. അടിപൊളിയായിട്ടൊരു ഗ്യാങ് സെറ്റായിട്ട് വരട്ടെ. കോമ്പറ്റീഷൻ വന്നാലേ ഒരു സുഖമുള്ളൂ. അപ്പോൾ ദ ബെസ്റ്റ് ഓഫ് ദ ബെസ്റ്റ് ആവട്ടെ. TVക്ക് നമ്മുടെ ബാക്കി എല്ലാവർക്കും ഒരു നല്ല കോമ്പറ്റീഷൻ ആയിട്ടുള്ളൊരു ഗ്യാങ് ആയിട്ട് ബിൽഡ് ചെയ്ത് തരട്ടെ. ഓൾ ദ വെരി ബെസ്റ്റ് ഗൈസ്, ഓൾ ദ വെരി ബെസ്റ്റ്. അപ്പോൾ അത്രേ ഉള്ളൂ. നമുക്ക് തുടങ്ങാം. നമുക്ക് കുറച്ചു നേരം ഡിസ്കോ ട്രോൾസ് നോക്കാം. ഇവിടെ എന്താ ചന്ദ്രൻ ലൈവ് ഇട്ടിരിക്കണേ? ഹലോ അളിയ, ഞാനൊരു കാര്യം പറയട്ടെ അളിയ. ഞാൻ മേടിച്ചെന്ന്. ഇവിടെ നിന്ന് ലൈവ് കാണണ ചില്ലറ. 3D പ്രിന്റർ മേടിച്ചപ്പോ തൊട്ട് ബാബു ഒടുക്കത്തെ വിളി തന്നെ. നിനക്ക് 3D പ്രിന്ററിൽ ഒരു സാധനം പ്രിന്റ് ചെയ്ത് കൊടുക്കണോന്ന് പറഞ്ഞോടാ. എത്ര രൂപ വേണേലും തരാന്ന് അവനോട് പറയണേ. ആദ്യം അവന് വെച്ച് നോക്കാനാണ് അവൻ എത്ര രൂപ തരാന്ന് പറയണേ. മനസ്സിലായില്ലേ? ഞാൻ എന്തായാലും ചെയ്ത് കൊടുക്കുവാണേ. എടാ പറയണേടാ എനിക്ക് ചന്ദ്ര. ഞാൻ പറയട്ടെ, എന്റെ അടുത്ത് ഞാൻ ഉച്ചയ്ക്ക് വിനീതിനെ വിളിച്ചപ്പോഴത്തേക്ക് ഈകള് റൂം അടച്ചിട്ടിട്ട് കുറച്ചു നേരമായിട്ട് എന്തൊരു സാധനം പ്രിന്റ് എടുത്തോണ്ടിരിക്കണം എന്നാണ് പറയണേ. ഉച്ചക്കല്ലേ? എനിക്ക് 3D പ്രിന്റർ ഇട്ടത് വൈകിട്ടാണല്ലോ. ഉച്ചക്ക്
വിനീത് എല്ലാം പറഞ്ഞ എന്റെ അടുത്ത്. അല്ല നിങ്ങൾ എന്താ അണ്ണാ, വാസുണ്ടാ. കണ്ടോണ്ടിരിക്കുന്നേ? അല്ല ബ്ലൂ ഡ്രീമറായിട്ടുണ്ട് ഒരു സിറ്റുവേഷൻ അത് നോക്കാൻ വേണ്ടിട്ട്. ഓ ബ്ലൂ വാസുണ്ണാ. MRC ലിസ്റ്റ് കണ്ടായിരുന്നോ ചന്ദ്ര? MRC എന്ത് ലിസ്റ്റ്? ഗാങ് ലിസ്റ്റ് ഇല്ല, പറ കേട്ടെ. ജസ്റ്റ് ഒന്ന് എക്സ്ലാൻഡീസ് എടുത്തൊന്ന് നോക്കണേ സമയം കിട്ടുമ്പോ. ഞാൻ നോക്കട്ടെ. ഓക്കെ അല്ലേ? അത് എനിക്ക് മെയിൻ പേടി നിന്നെയാണേ. HF ആയിട്ട് നീ അത്രയ്ക്ക് നല്ല ടേംസിലല്ല. ഉണ്ടെങ്കിൽ അണ്ണാ, വാസുണ്ണാ, ഞാൻ മിണ്ടൂലുണ്ട്. അണ്ണനെ ഇഗ്നോർ ചെയ്യണം. എടാ, എന്താ ശരി നീ കേട്ടില്ല? നീ പറഞ്ഞേ എന്താ പറഞ്ഞേ? ഞാൻ മിണ്ടൂല. സത്യോട് കേട്ടില്ല. നിന്റെ sound നീ കുറഞ്ഞിരിക്കുകയാണ്. അണ്ണാ, എനിക്കൊരു ബാറ്റ്മാൻ. മിണ്ടണ്ട. അതെ, Batman. നിനക്ക് ഞാൻ പറഞ്ഞ എടുത്തരാം, അത് പറഞ്ഞ് എടുത്തരാം. ഞാൻ എല്ലാം പഠിക്കുന്നുള്ളൂ. ഞാൻ നിക്കോബ്ര ആയിട്ട് അണ്ണൻ ബാറ്റ്മാൻ ഉണ്ടാക്കി പഠിച്ചോ? എന്റെ എല്ലാം എനിക്ക് തന്നു. ഞാൻ നിക്കോബ്ര ആയിട്ട് ചേർന്ന് നമ്മുടെ മെക്ക പ്രിന്റ് ചെയ്യാനുള്ള പരിപാടികളൊക്കെ നാളെ തുടങ്ങും. നീ ഇതുവരെ കണ്ടില്ല അളിയാ? ഇല്ല മാസ് ഫാൽക്കൺ KV ഫാൽക്കൺ അല്ലേ? രാജുഭായ മാസ് രാജുഭായ് അല്ലേ? KV ഫാൽക്കൺ രാജുഭായ് എന്ന് പറയുന്നത് മാസ് രാജുഭായ് അല്ലേ? അല്ല, ടെക്സാസിലെ രാജുഭായ്. അതെയാ ടെക്സാസിലെ? ടെക്സാസിലെ രാജുഭായ് ഒരു ദിവസം രാത്രി എന്റെ വീട്ടിൽ വന്നായിരുന്നു ഈ ഇടയ്ക്ക്. ഒന്നും മനസ്സിൽ വെക്കല്ലേ, എനിക്കാണെങ്കിൽ കണ്ടിട്ട് ചിരി വരണ. പുള്ളി പക്ഷെ അടിപൊളിയാട്ടോ. ആർപി കാര്യങ്ങളിൽ പറയണതൊന്നും റിയൽ ലൈഫിൽ വന്നപ്പോ അങ്ങനെ ബിഹേവ് ചെയ്തിട്ടില്ല, മനസ്സിലായോ? പുള്ളിയൊക്കെ ചില്ല. പുള്ളിയൊക്കെ ആർപിൽ വന്നാൽ എന്തൊക്കെ വിളിക്കുള്ളൂ, പക്ഷെ റിയൽ ലൈഫിൽ വരുമ്പോ കുറച്ച് ലൈക്ക് അവർക്ക് ആ ഒരു സെൻസ് ഉണ്ട്, ലൈക്ക് അത് ഇതൊരു ഗെയിം ആണെന്ന് മനസ്സിലാക്കുള്ള ഒരു ഇതുണ്ട്. ജാസി CM ജാസി അല്ലേ? ജാസി CM ജാസി കളിക്കട്ടെ ആളിയാ അവര്. അല്ല, എല്ലാരും കളിക്കട്ടല്ലേ. എനിക്ക് നിന്നെയാടാ പേടി, പുണ്ടച്ച്. നിന്നെയാണ് എനിക്ക് പേടി. നീ പോയി വള്ളി എടുക്കാതിരുന്നാ മതി. നിന്നെ നമ്മളുടെ ഒരു പ്രശ്നം വരാത്ത പക്ഷം നമ്മൾക്ക് ഒരു പ്രശ്നം. അതെ, നമുക്കൊരു പ്രശ്നമില്ല, അതാണ് പ്രശ്നം. അപ്പൊ ഞാൻ മേളിലുണ്ട് അവിടെ. ഞാൻ ഓക്കെ, അപ്പൊ നമുക്ക് കാണാം, കണ്ടു തുടങ്ങാം ഗൈസ്. എല്ലാവർക്കും വെൽക്കം ടു ദ സ്ട്രീം ഗൈസ്, വെൽക്കം ടു ദ സ്ട്രീം. ടോക്സിക് ഗീതു മോഹൻദാസ് എന്താ ഡയറക്ടർ ആണോ ഇത്? എന്താ ഇത്? ഗീതു മോഹൻദാസ് എന്താ ഇതിന്റെ ഡയറക്ടർ ഓഫ് ഫോട്ടോഗ്രാഫി? രാജീവ് രവി, മ്യൂസിക് ഗീതു മോഹൻദാസ് ഇതിന്റെ എന്താ നടിയാണോ അതോ ഡയറക്ടർ ആണോ? ഓ, ഓക്കെ 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 ഓക്കെ. അതാ യാഷിന്റെ പുതിയ പടം. ഇതുവരെ അളിയാ താടി വെച്ച് ഇറങ്ങി ഈകള്. പറഞ്ഞത് ഇത്രയും വലിയൊരു കാര്യം പറഞ്ഞോണ്ടിരിക്കുന്നതിനകത്ത് എന്ത് രസോടെ പുള്ളിയെ കാണാനല്ലേ. 1 മില്യൺ ലൈക്ക് ആവാറായി. ലുക്കിനെ ലൈക്ക് കൊടുക്കല്ലേ. RIP to the people who played in front of family. അച്ഛാ അമ്മ യാഷിന്റെ പുതിയ പടം വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചിരുന്ന് കാണിച്ചു കൊടുത്ത എന്റെ അമ്മോ, സത്യമല്ലേ? തലയിലടിച്ചു കാണാം അപ്പന്മാര്. ഇത് എന്താടാ എന്റെ ആളിയെ കൊള്ളാലേ. വിഷയം അടിപൊളി. ഇത് എത്ര ഷോർട്സ് ഒന്നും അറിയോ? ഒരു മിനിറ്റ്, എനിക്ക് കിക്കിന്ന് കോള് വരുന്നേ, ഒരു സെക്കൻഡ്. കൊണ്ടുപോയി എന്തൊക്കെ കാണണം ദൈവമേ. അയ്യോ, ജസംബ്രോയുടെ റിയാക്ഷൻ നോക്കാമോ? ജസം, Ladies and gentlemen, ഇതൊരു ഫാമിലി ചാനലാണ്. അറിയാണ്ട് എടുത്തൊന്നായെന്ന് തോന്നുന്നു കേട്ടോ അളിയ.
എടാ ബോംബ് വെച്ചിട്ട് നിങ്ങൾക്ക് കാര്യം മനസ്സിലായല്ലോ അല്ലേ? അപ്പൊ ഇതൊന്നും വെച്ച സ്ഥലം വേറെയാണ്, മനസ്സിലായ? ആ കാറിന്റെ അകത്ത് കിടന്നിട്ട് ഇത് കാണണോ ഇനി? അടിച്ചു കളയല്ലേ എടേ, അടിച്ചു കളഞ്ഞ എൻ്റെ ഒരു കൊച്ചു പിള്ളേർ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ കാണിച്ചിട്ട് പോടേ ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. അടച്ചോ, ഇപ്പൊ നിർത്തിക്കോ, ഞാൻ നിർത്തി വെച്ചേക്കണം. കഴിഞ്ഞു പോ 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 പോ. എന്തൊരവസ്ഥയല്ലേ ഇതൊക്കെ. എന്റെ അമ്മോ, റിയാക്ട് ചെയ്ത എല്ലാരും ഞാനിത് റിയാക്ട് ചെയ്യാം. ഇത് എന്തൊരു പരിപാടി. ആണ്ടിനൊരിക്കലും ഇതൊക്കെ ഞാൻ കാണാൻ വരുന്നത്. അപ്പൊ ഇരുന്ന് റിയാക്ട് ചെയ്ത എല്ലാരും ഞാൻ റിയാക്ട് ചെയ്തോണ്ടിരിക്കാം. അടിച്ചു അവരെയൊക്കെ. ഇത് ഇനി നാളെ ഇത് കട്ട് ചെയ്ത് ബ്രൈറ്റ് ഫോക്സിന്റെ അവിടെ കൊണ്ടിടും. ഷസമിന് റിയാക്ട് ചെയ്ത ഈഗിൾ, അതിന് റിയാക്ട് ചെയ്ത ബ്രൈറ്റ് ഫോക്സ്, അത് തിരിച്ച് എന്റെ അടുത്ത് വരും. അതിന് ബ്രൈറ്റ് ഫോക്സ് പറഞ്ഞത് കേട്ടോന്ന് പറഞ്ഞു. അപ്പൊ ഇതൊരു റിയാക്ഷൻ ലൂപ്പായിട്ട് ഇങ്ങനെ അങ്ങ് പൊക്കോണ്ടിരിക്കും.